ചതിച്ചു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു ചതിയുടെ കഥ പറയാനാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ പലരും ഇതിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഞങ്ങൾക്ക് ഇത് രണ്ടാമത്തെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാപ്റ്റോൾ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ആഡ് കണ്ടിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ചു. അപ്പോൾ അതെടുത്ത് നാപ്റ്റോളിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. അതിൽ റീഡിങ് ക്ലാസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 റീഡിങ് ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. 600 രൂപയാണ് ഡെലിവറി ചാർജ് അടക്കം ഞങ്ങളുടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് ഡെലിവറി കിട്ടിയത്. റീഡിങ് ക്ലാസ് ഏത് പവറുള്ളവർക്കും വായിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്യമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു റിട്ടേൺ ഉണ്ടോ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല. ആകെ ബ്ലറായിട്ടാണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കത് വെക്കുമ്പോൾ ഒരു മിനിറ്റ് പോലും വെക്കണ്ട, അപ്പോഴത്തേക്കും നമുക്ക് കണ്ണൊക്കെ ഭയങ്കര വേദന എടുക്കാം. അബിക്ക് പോലും വായിക്കാം. അവന് കാഴ്ച കുറവൊന്നുമില്ല. എനിക്ക് പവറുള്ള ക്ലാസ്സാണ് ഞാൻ വെക്കാറ്. പക്ഷെ മോന് പോലും അത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചൂടെ. പിന്നെ തീരെ ക്വാളിറ്റി ഇല്ല. നമ്മൾ ഈ പെരുന്നാൾക്കും കൊടൈക്കനാൽ ഊട്ടിക്കൊക്കെ ടൂർ പോകുമ്പോൾ ഇതിൽ നല്ല ക്ലാസ് കിട്ടും. ഇപ്പം ഇതിൽ കാണുന്ന പോലെയല്ല കേട്ടോ. അതിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഒന്നും അത്ര നല്ല വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയുമ്പോൾ നമുക്ക് പറയാം ഇത്ര കാശല്ലേ ഉള്ളൂ. പക്ഷെ ഇത്ര കാശായാലും നമുക്ക് റീഡിങ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ ഞങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ. അവർ വിളിച്ചപ്പോൾ എന്താണെന്നൊക്കെ ആദ്യം വലിയ ഇതിൽ ചോദിച്ചു. ഇതാണ് സംഭവം എന്ന് മനസ്സിലായപ്പോൾ അവർ വേഗം പറയാണ് ഇത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. ഓട്ടോ പവറുള്ള ക്ലാസ് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുമല്ല ഇതിൻ്റെ വില പൊട്ടേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. അപ്പം നമ്മളിത് പൊട്ടിച്ചിട്ട് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? വളരെ മോശം പെരുമാറ്റം. നമ്മൾ പറയുമ്പോഴത്തേക്കും അവർ കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു ചുരിദാർ മെറ്റീരിയൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റയോൺ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വന്നപ്പോൾ അത് പോളിസ്റ്റർ ആയിരുന്നു. അതും ഇതേപോലെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 വട്ടമായി ചതി പറ്റിയത്. നിങ്ങളിൽ പലർക്കും ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരെ പരസ്യത്തിൽ കാണിക്കുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ. ബെഡ്ഷീറ്റ്, പാത്രങ്ങൾ, അങ്ങനെ പല പല പ്രോഡക്റ്റുകൾ അവരുണ്ടാവും. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴുള്ള അവരെ പെരുമാറ്റം പോലെയല്ല നമ്മൾ റിട്ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ എത്രയോ നല്ല അനുഭവങ്ങളാണ്. നല്ല അനുഭവം. നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായാലും നമുക്ക് തിരിച്ചയക്കാം. മീഷോയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ. അപ്പോൾ ഓൺലൈൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനത്തെ ചതി ആർക്കും പറ്റാം. അപ്പം ഞങ്ങൾ പറ്റിയ ചതി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇത് വളരെ മോശമായ പെരുമാറ്റമാണ്. ഇതിൽ നല്ലത് അവർക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടായിരുന്നോ? ഇത്രയും മോശമായിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നതിൽ നല്ലത് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമുക്കത് വിലയല്ല നോക്കട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ഉണ്ടാവണം. ഇത്രയും പൊട്ട പ്രോഡക്റ്റ് പെരുന്നാളിന് കുട്ടികൾക്ക് പോലും ഇതിന് നല്ല കണ്ണട നമുക്ക് മേടിച്ചു കൊടുക്കാം 100 കൊടുത്തു കഴിഞ്ഞാൽ. അത്രയും ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റണ്ടേ? അപ്പം അതവർ തിരിച്ചെടുക്കേണ്ട ഒരു മര്യാദ അവർ കാണിക്കേണ്ടതായിരുന്നു. അപ്പം നമ്മൾ കോള് വിളിക്കുമ്പോൾ നമ്മളോട് മുഴുവൻ കാര്യം തിരക്കാൻ വരെ അവർക്ക് പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അവർ ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കോള് കട്ട് ചെയ്യണത്. അപ്പം ആരും നാപ്റ്റോളിൻ്റെ ചതിയിൽ പെടരുത് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ചതി പറ്റി, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പം ആരും ഇത്തരം ചതിയിൽ ചതി പറ്റാണ്ടിരിക്കാൻ നിങ്ങളായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.